രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രണ്ടാളും വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥിച്ചു കേട്ടോ. ദക്ഷുവിൻ്റെ നഴ്സറിയുടെ കാര്യത്തിൽ ഇന്ന് ഞാനൊരു തീരുമാനം എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. ഇരിക്കുന്നേ ഇല്ല, 4 ദിവസമായിട്ടും കരച്ചിലും ബഹളം തന്നെയാണ്. അപ്പോൾ അതാ രാവിലെ ബദാം കൊടുത്തപ്പം ഞാൻ കാരയ്ക്കും ബദാമും കൂടിയാണ് കൊടുക്കുക കേട്ടോ. അപ്പോൾ പറയും കാരയ്ക്കവെള്ളം കുടിക്കാതെ ആയപ്പോൾ ഞാൻ ഉണ്ടാക്കിയില്ല. അപ്പോൾ ഇന്ന് കണ്ടപ്പോൾ തന്നെ ചോദിച്ചു എനിക്ക് കാരയ്ക്ക വെള്ളം വേണമെന്ന്. പിന്നെ ഞാൻ വേഗം കാരയ്ക്ക തിളച്ച വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് ഒന്ന് ഞവണ്ടി അരിച്ച് അത് കൊണ്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കൊടുത്തപ്പം അത് രണ്ടും കൂടി ഇരുന്നിട്ട് കഴിച്ചു. അപ്പം നഴ്സറിയിൽ ദക്ഷുവിന് ഒക്ടോബറിലാണ് ദക്ഷുവിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത്. അപ്പം ഇപ്പം ഒരു 6 വയസ്സ് ആയാലല്ലേ സ്കൂളിൽ 1-ാം ക്ലാസ്സിൽ ചേർത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ജൂണിൽ എന്തായാലും അവനെ LKGക്ക് ചേർത്താൻ പറ്റില്ല. അപ്പോൾ ഇന്നും ബഹളം തന്നെയാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് മെച്ചുവേർഡായിട്ട് കൊണ്ടുപോയി ഇരുത്താമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കര കരച്ചിലാണ്. കരച്ചിലെന്ന് പറഞ്ഞാൽ തീരെ കാണാതെ നിൽക്കുന്നില്ല. ഞാൻ അംഗനവാടീൻ്റെ ഉള്ളിൽ ഇരിക്കുകയാണെങ്കിൽ അവനവിടെ ഇരുന്നോളും. നമ്മളങ്ങനെ കുറേ നേരം അതിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ അവർക്ക് ടീച്ചേഴ്സിന് അതൊരു ഡിസ്റ്റർബൻസ് അല്ലേ. അവർക്ക് കുട്ടികളായിട്ടുള്ള ഓരോ ഇൻട്രാക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നിട്ട് പിന്നെ നമ്മൾ ആയ എടുക്കുകയാണെങ്കിൽ ആയക്ക് കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാനുണ്ടാവും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഇന്നത്തേതും കൂടി നോക്കട്ടെ എന്ന് തീരുമാനിച്ചു കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്. ഇഡ്ഡലിയും പൊടി സാമ്പാറുമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴേക്കും വന്നു. ഞാൻ 2 തട്ട് ഒഴിച്ചു പോയി. അപ്പോഴേക്കും വരുവായി. ഞാൻ ഒഴിക്കാമെന്ന് പറഞ്ഞതല്ലേ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ദക്ഷുമോൻ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഒരു തട്ടിൽ അവന് വരണം. അപ്പോൾ ഞാൻ കൈയൊക്കെ പിടിച്ചിട്ട് അവനെ കൊണ്ട് തന്നെ പരിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അവനതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ് കൂടെ ചെയ്യാൻ. എപ്പോഴും എന്ത് കാര്യം ചെയ്യുമ്പോഴും സഹായിക്കും. എന്നിട്ട് പറയുകയും ചെയ്യും, അമ്മേ ഞാനും അപ്പയും അമ്മേനെ എപ്പോഴും സഹായിക്കും കേട്ടോ എന്ന്. അപ്പയും അങ്ങനെയാണ്. അപ്പ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ തന്നെയാണ് ദക്ഷു. പിന്നെ അതൊക്കെ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവൻ കളിക്കാൻ പോയിട്ടോ. നഴ്സറി പോണ കാര്യങ്ങൾ തന്നെയാണ് സംസാരിക്കുകയൊക്കെ ചെയ്യുക. പോകാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ്. പോണത് കാണുമ്പോൾ എല്ലാവരും ചോദിക്കും ഭയങ്കര സന്തോഷത്തിലാണോ പുള്ളി പോകുന്നതെന്ന് ചോദിക്കും. സന്തോഷത്തിലൊക്കെ തന്നെയാണ് പോവുക. പക്ഷേ അവിടെ എത്തുമ്പോഴാണ് ആളെ സ്വഭാവം മാറിപ്പോവുക കേട്ടോ. അപ്പം ഞാൻ ഈ വെണ്ടയ്ക്ക വെച്ചിട്ടുള്ള സാമ്പാറായിട്ട് ഉണ്ടാക്കിയത്. വെണ്ടയ്ക്ക പൊടി സാമ്പാർ. വറവിലേക്ക് വെളുത്തുള്ളിയും വറ്റൽമുളകും ഇട്ടിട്ട് ഞാൻ വെണ്ടയ്ക്കയും തക്കാളി ഒന്ന് വാട്ടിയെടുത്ത് ആ വാട്ടിയിലേക്ക് കുറച്ച് കായത്തിൻ്റെ ഒരു കഷ്ണവും പിന്നെ കുറച്ച് ഉലുവാപ്പൊടി, ചെറിയ ജീരകത്തിൻ്റെ പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ടിട്ട് അതൊന്ന് മിക്സാക്കിയതിന് ശേഷം പരിപ്പ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുക്കറിൽ. ആ വേവിച്ച പരിപ്പ് കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് പുളിവെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്തു കേട്ടോ. അപ്പോൾ ഇതാ തിളച്ച് നല്ല മിക്സായി വന്നപ്പോൾ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക സാമ്പാർ റെഡി. അപ്പോൾ വെണ്ടയ്ക്ക സാമ്പാറും ഇഡ്ഡലിയും കൂടി ഞങ്ങൾ കഴിച്ചു. അത് തലേ ദിവസം അംഗനവാടി പോയപ്പോൾ അവിടെ ഇഡ്ഡലി ആയിരുന്നു കേട്ടോ. കഴിക്കാൻ പറഞ്ഞപ്പോൾ കഴിച്ചതൊന്നുമില്ല. എന്നിട്ട് രാത്രി എന്നോട് പറയുക, രാത്രിയല്ല ഉച്ചയ്ക്ക് ഉറങ്ങി നീറ്റപ്പോൾ പറയും എനിക്ക് ആ ഇഡ്ഡലി വേണമായിരുന്നു എന്ന്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇഡ്ഡലി ഉണ്ടാക്കുക. ഇഡ്ഡലിയുടെ ആശാനാണ് ദക്ഷു. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഇഡ്ഡലി ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഇഡ്ഡലി കളിക്കുകയൊക്കെ കഴിഞ്ഞപ്പം ഡ്രസ്സൊക്കെ മാറി ഇതാ ഗേറ്റൊക്കെ തുറന്ന് മുന്നിൽ പോകുന്നുണ്ട് കേട്ടോ. ഇത് ദക്ഷുവിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ, കുഞ്ഞാറ്റ. ഇവിടെ അടുത്തുള്ളതാണ്. അവളോടൊക്കെ കഥയൊക്കെ പറഞ്ഞ് നല്ല അസലായിട്ട് ഞങ്ങൾ നഴ്സറി പോയി. ഇത്തവണ ഞാൻ അവിടെ നിന്ന് മാറി അടുത്തുള്ളൊരു കഷായ ആശുപത്രി ഉണ്ട്, അവിടെ പോയിരുന്ന്. എന്തൊരു കരച്ചിലായിരുന്നു. അവിടേക്ക് വല്ലാതെ കേൾക്കുമായിരുന്നു. നമുക്ക് കേട്ടിരിക്കാൻ തോന്നൂല. അങ്ങനെ പിന്നെ ഞാൻ ടീച്ചറെ വിളിച്ചിട്ട് അങ്ങോട്ട് വന്നു കേട്ടോ. വാതിലടച്ചിട്ടതേ വാതിൽ തുറന്നതിനോട് കൂടിയിട്ട് ഒരു ഓട്ടോ കൂടി വന്നിട്ടുണ്ട് കരഞ്ഞുകൊണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ കുറച്ചും കൂടെ ഇങ്ങനെ കളിച്ച് നടക്കട്ടെ, കുറച്ചും കൂടി മെച്ചുവേർഡ് ആവട്ടെ, എന്നിട്ട് പറഞ്ഞയക്കാമെന്നാണ് വിചാരിക്കുന്നത്.